ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ യതീഷ് ചന്ദ്ര, പിന്നെ വേദിയിലും സദസ്സിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ, അനിയത്തിമാരെ, നിങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ തരാനായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ പറയുന്ന A+ കിട്ടിയിട്ടില്ല, 1200 കിട്ടിയിട്ടില്ല. അപ്പൊ ആകെ എനിക്ക് തരാവുന്നൊരു മോട്ടിവേഷൻ, ഇത് കിട്ടിയത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇത് കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ സ്റ്റേജിലൊക്കെ വന്ന് നിൽക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമാണ് നിങ്ങളെയൊക്കെ കാണുന്നതിലും നിങ്ങൾക്കൊക്കെ ഇത്രയും വലിയ വിജയങ്ങൾ ലഭിച്ചു എന്നറിയുന്നതിൽ, നിങ്ങളെ അനുമോദിക്കുന്ന ചടങ്ങിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ നിങ്ങളൊക്കെ തന്നെയാണ്, വെറുതെ വെറുമാക്ക് പറയുന്നതല്ല, നിങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ നാടിന്റെ, തൃശ്ശൂരിന്റെ, കേരളത്തിന്റെ, ഇന്ത്യയുടെ ഒക്കെ ഭാവിയാവാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഈ നമ്മുടെ നാടിനെ ഒക്കെ സേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിനിമകളൊക്കെ ചെയ്തുകൊണ്ട് ചേട്ടൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. നിങ്ങളെ കുറച്ച് എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന, ചിലപ്പോൾ കരയിപ്പിക്കുന്ന, ചിലപ്പോൾ ചിരിപ്പിക്കുന്ന ഒരു സിനിമകളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ വലിയ വിജയങ്ങൾ കൈവരിച്ച് നിങ്ങളൊക്കെ ചരിത്രം സൃഷ്ടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ കഥ സിനിമയാക്കപ്പെടുമ്പോൾ ചിലപ്പോൾ അതിലൊരു വേഷം ഞാനും ചെയ്യുന്നുണ്ടാവും. വലിയ സന്തോഷം ഇതിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ. എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും മാത്രം ഉണ്ടാവട്ടെ. അതോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയത്, സാധാരണ ഇങ്ങനത്തെ ഫംഗ്ഷൻസിന് പോകുമ്പോൾ സ്റ്റേജിലേക്ക് കയറി നമുക്ക് സ്വാഗതം പറയുന്ന സമയത്ത് നമുക്ക് തരുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ബൊക്കേകളാണ്, നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട്. പക്ഷെ അത് വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയാലും കുറച്ച് ദിവസത്തിനകത്ത് അത് വാടിപ്പോവും, കരിഞ്ഞു പോകും. നമ്മൾ എത്ര അതിന് കെയർ ചെയ്യാൻ നോക്കിയാലും അത് കരിഞ്ഞു പോകും. പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോൾ സ്വാഗതം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു വൃക്ഷത്തൈയാണ്. തീർച്ചയായിട്ടും അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും. കുറച്ച് പറമ്പൊക്കെ ഉണ്ട്, അവിടെ എവിടെയെങ്കിലും അത് വെക്കുകയും ഇന്നിവിടെ വന്നതിൻ്റെ ഓർമ്മയായിട്ട് എന്നും അത് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആ സ്കൂളിലെ ഗതികേടോ എൻ്റെ ഭാഗ്യമോ എന്ന് പറയാം, ഞാൻ സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ സ്കൂൾ ലീഡറായിട്ടുള്ള സമയത്ത് ഈ നമ്മുടെ എൻവയോൺമെന്റൽ ഡേക്കൊക്കെ ഈ വൃക്ഷത്തൈ നടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോയിൽ പെടാം, ആൾക്കാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാം എന്നൊക്കെ ഉള്ള കാരണം കൊണ്ട് സ്കൂൾ ലീഡറായിട്ടുള്ള ഞാനാണ് മറ്റേ മരത്തൈ കുഴിച്ചിടുന്നത്. അത് 2005 ഞാൻ കുഴിച്ചിട്ട ഒരു മരത്തൈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സ്കൂളിൽ പോയപ്പോൾ വലിയൊരു മരമായിട്ട് നിൽക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഫീല് ഭയങ്കരമായിട്ട് മനസ്സിലായത്. അന്ന് ചുമ്മാ ഫോട്ടോയിൽ പെടാനോ അല്ലെങ്കിൽ വെറുതെ ഷൈൻ ചെയ്യാനോ വേണ്ടി ചെയ്തതാണെങ്കിലും ഇന്ന് ഞാൻ വെച്ച ഒരു മരം അവിടെ വലിയൊരു മരമായിട്ട്, അത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പൊ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇങ്ങനെയുള്ള രീതികൾ സഹായിക്കും എന്ന് കരുതുന്നു. പിന്നെ നിങ്ങളെല്ലാവരെയും പോലെ എനിക്കും എൻ്റെ അപ്പനാണ് എൻ്റെ ഹീറോ. അപ്പോൾ അപ്പൻ ഒരു വക്കീലാണ്. പക്ഷെ ഇപ്പോഴും പുള്ളിക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രായമൊക്കെ ആയിട്ടുണ്ട്, പല ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇപ്പോഴും കോടതിയിൽ നിന്ന് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് പറമ്പിലേക്കാണ്. ഞങ്ങൾക്ക് കുറച്ച് കൃഷിയുണ്ട്, കാര്യമായിട്ട് തന്നെ കൃഷിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ പരീക്ഷണ സിനിമകളൊക്കെ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ കളച്ചും ജീവിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ മുമ്പത്തെ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ മണിക്കൂറുകളോളം നിന്ന് കളിച്ചാലും ഒന്നും പറ്റില്ല. രാവിലെ പാടത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെയാണ് ഒരു പാടത്തുനിന്ന് കയറുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്കെന്ന് വെച്ചാൽ ഞാൻ ശരീരം നന്നാക്കാനായിട്ട് ജിമ്മിൽ പോയി പണിയെടുക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പറമ്പിൽ പോയി പണിയെടുക്കാൻ പറയുമ്പോൾ ഭയങ്കര മടിയൊക്കെയാണ്. പക്ഷെ അപ്പോഴാണ് നമ്മുടെ മുൻ തലമുറ എത്രത്തോളം നമ്മളെക്കാൾ സ്റ്റാമിനയും നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരായിരുന്നതിന് കാരണം ഇങ്ങനെയുള്ള അധ്വാനശീലമാണ് എന്ന് മനസ്സിലാക്കുന്നത്. നമ്മളുടെ ടെക്നോളജി വലുതാവുമ്പോൾ, നമ്മളുടെ സൗകര്യങ്ങളും കൂടി വരുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രകൃതിയിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളൊരു ഓർമ്മിപ്പിക്കലാണ്. ഇനിയാണെങ്കിലും അടുത്തൊരു തലമുറയ്ക്കാണെങ്കിലും
കാര്യം നമ്മൾ വരും തലമുറകൾക്ക് വേണ്ടി കരുതി വെക്കേണ്ട പലതും നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് തീർത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് അതെല്ലാം വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മരത്തൈ, എനിക്ക് കിട്ടിക്കുന്ന മരത്തൈ ഞാൻ എന്തായാലും എൻ്റെ പറമ്പിൽ എവിടെയെങ്കിലും നല്ലൊരിടം അതിനുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളെല്ലാവരും, പ്രകൃതി ഉണ്ടെങ്കിലേ നമ്മളൊക്കെ ഉള്ളൂ. അത് ഒരു ഓർമ്മിപ്പിക്കലായിട്ട് എന്നും മനസ്സിലുണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും വിജയങ്ങളും മാത്രം ഉണ്ടാവട്ടെ ജീവിതത്തിൽ. നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയങ്ങൾ നിങ്ങളുടെ ഓരോ പടികളെയും തന്നെയാണ് ഓടി തോൽപ്പിക്കേണ്ടത്. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റാരെയെങ്കിലും പോലെ ആകുകയല്ല വേണ്ടത്. നിങ്ങളിലെ ദി ബെസ്റ്റ് ആവണം. അതാണ് എനിക്ക് പറയാൻ പറ്റും, ഞാൻ എന്നിൽ ദി ബെസ്റ്റ് ആണ്. അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കട്ടെ, നിങ്ങളിലെ ദി ബെസ്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുന്ന, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ, അവർക്കൊക്കെ അഭിമാനിക്കാൻ പാകത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. നന്ദി.